ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ നമ്മളിന്നൊരു ഇളനീർ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മൾ കുറേ ദിവസമായിക്കണു വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യണം കേട്ടോ. കുറേ ദിവസത്തിന് ശേഷം ഒരു വീഡിയോസ് ഇടുന്ന കാരണമാണ് ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞത്. എല്ലാ വീഡിയോസിലൊന്നും ഇത് പറയണമെന്ന് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ മനുഷ്യന്മാരുടെ ജീവിതമല്ലേ, അപ്പോൾ അതിലുള്ള അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ കാരണം നമ്മളിങ്ങനെ വീഡിയോസ് ഇടാൻ വൈകിപ്പോയത്. അൽഹംദുലില്ലാ ഇപ്പോൾ ഓക്കെ. അപ്പോൾ ഇളനീർ പായസം അതിന് വേണ്ടിയിട്ട് നമ്മൾ 1.5 ഗ്ലാസ് വെള്ളം അടുപ്പിൽ വെച്ചിട്ടാണ്. എന്നിട്ട് അതിലേക്ക് ചൈന ഗ്രാസാണ് ചേർത്ത് കൊടുത്തത്. ചൈന ഗ്രാസ് ചേർത്ത് നന്നായി തിളച്ചതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് ആവശ്യമുള്ള ആ സിറപ്പിന് ആവശ്യമുള്ള മധുരം കൂടി ചേർത്ത് കൊടുത്തു. ഇത് നമ്മൾ 10 പേർക്കുള്ള ഒരു പായസമാണ് കേട്ടോ ശരിയാക്കണത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ 10 പേരാണെന്ന് ഞാൻ ഒരുവിധം വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കുടിക്കാനുള്ളൊരു പായസമാണ്. ഞാനിതൊരു വലിയ സദ്യക്ക് ഉണ്ടാക്കുന്ന ഒരു പായസത്തിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. ഇളനീർ പായസം ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. ഞങ്ങളൊരു കല്യാണത്തിന് പോയപ്പോൾ ഇളനീർ ഷേക്ക്, ഇളനീർ ജ്യൂസൊക്കെ നമ്മൾ കുടിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പായസം ആദ്യമായിട്ടാണ് കുടിച്ചപ്പോൾ നല്ല ഇഷ്ടമാവുകയും ചെയ്തു. അപ്പോൾ അതെങ്ങനെയെങ്കിലും ഒന്ന് വെക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീഡിയോ ഒക്കെ നോക്കിയിട്ട് കണ്ടുപിടിച്ച് അടിപൊളി ഒരു വെപ്പുകാരനാണ് കേട്ടോ. അപ്പോൾ അയാളുടെ വീഡിയോ കണ്ടിട്ടാണ് നമ്മളിപ്പോൾ ഇത് വെക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 1.5 ഗ്ലാസ് വെള്ളത്തിൽ ഒരു പാളി ചൈന ഗ്രാസ് ഇട്ട് കൊടുത്ത്, പിന്നെ 2 ഗ്ലാസ് ഇളനീർ വെള്ളം ഒഴിച്ച്, പിന്നെ അതിനാവശ്യമായിട്ടുള്ള മധുരം കൂടി ചേർത്ത് കൊടുത്ത് ആ സിറപ്പ് 2 പരന്ന പാത്രത്തിലേക്ക് ചൂടാറാൻ വേണ്ടി ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ. ഇത് നമ്മുടെ പായസത്തിന് ലാസ്റ്റ് ചേർക്കേണ്ട സംഭവമാണ്. പക്ഷെ നമ്മളത് ഫസ്റ്റ് ഉണ്ടാക്കി വെക്കണം. നമ്മുടെ പായസമൊക്കെ ആയി വരുമ്പോഴത്തേനും അതും ഇരുന്ന് അവിടെ സെറ്റാവും. പിന്നെ ഇതാ നമ്മൾ അടുപ്പിൽ ഉരുളി വെച്ച് നമ്മുടെ പായസത്തിനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ 3 പാക്കറ്റ് പാലാണ് നമ്മൾ പായസത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല. വെള്ളം അദ്ദേഹം ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ആ പായസം ഉണ്ടാക്കി. അപ്പോൾ ഞാനും അതുപോലെ തന്നെ വെള്ളമേ ചേർത്തിട്ടില്ല. അപ്പോൾ 3 പാക്കറ്റ് പാല് നന്നായി തിളച്ച് ഇങ്ങനെ കുറുകി ഇങ്ങനെ വരണം. അതാണ് പായസത്തിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നമ്മൾ പാക്കറ്റ് പാലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടിക്ക് പിടിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ പാല് മാത്രമല്ല, നമ്മൾ പായസമൊക്കെ ഒരുവിധം നന്നായി ഇളക്കിയിട്ട് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുക. അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് എല്ലാ പായസത്തിനേക്കാളും വേറിട്ട് നിൽക്കുന്ന ഒരു പായസമാണ് കേട്ടോ. പക്ഷേ കുടിക്കാൻ അടിപൊളിയാണ്. അത്രമാത്രം പണിയൊന്നും എനിക്ക് തോന്നിയില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നമ്മുടെ പാലിതങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ 3 ഇളനീരാണ് കേട്ടോ ഞങ്ങൾ ഈ പായസത്തിന് എടുത്തിരിക്കുന്നത്. 3 പാക്കറ്റ് പാലും 3 ഇളനീരുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പാൽ അടുപ്പിൽ വെച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമുക്ക് ഈ ഇളനീരൊന്ന് മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കണം. അപ്പോൾ അടിച്ച് അത് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമ്മളവിടെ മാറ്റി വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചൈന ഗ്രാസും ഇളനീർ വെള്ളം കൂടിയിട്ടുള്ള പുഡിങ് അതും നമ്മളവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പാലൊക്കെ നന്നായി തിളച്ച് ഒന്നിങ്ങനെ കുറുന്നനെ വന്നപ്പോൾ നമ്മൾ അതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുത്തു. മിൽക്ക് മെയ്ഡ് നമ്മൾ എന്തിലൊഴിച്ച് കൊടുക്കുമ്പോഴും മിൽക്ക് മെയ്ഡ് പെട്ടെന്ന് അടിക്ക് പിടിക്കും. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അത് ഏത് പായസത്തിലായാലും അങ്ങനെ തന്നെയാണ്, ഏത് സംഭവത്തിലായാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായി ഇളക്കി കൊടുത്തു. അപ്പോൾ നന്നായി ഇങ്ങനെ കുറുകി വരുന്ന സമയത്ത് ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചതാണ്, അത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ അത് മിൽക്ക് മെയ്ഡും പാലും ഏലക്കായും എല്ലാം കൂടി ഒന്നിങ്ങനെ തിളച്ച് നല്ല മണമൊക്കെ വന്ന് നന്നായി സെറ്റായിട്ട് വരുമ്പോൾ നമുക്ക് ഈ പാല് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ കുക്കിംഗ് കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും, അപ്പോൾ ഇനി നാളികേരമൊക്കെ എപ്പോഴാണ് അതിൽ ചേർക്കുക എന്നൊക്കെ. അതിനൊക്കെ സമയമുണ്ട്, വെയിറ്റ് ചെയ്യണം. കുറച്ച് വെയിറ്റ് ചെയ്യേണ്ട ഒരു പായസം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കിയപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായി. ഒന്നും പറയില്ല, നല്ല ടേസ്റ്റാണ്. ഇഷ്ടമായതുകൊണ്ടാണ് ഞങ്ങളത് ഉണ്ടാക്കാൻ തന്നെ കാരണം കേട്ടോ. അപ്പോൾ അത് നമ്മുടെ പാൽ ഒരു അരമണിക്കൂറിന് ശേഷം നന്നായിട്ടല്ല, ഒരുവിധമൊക്കെ ചൂടാറി ആവി പോണതൊക്കെ ഒന്നിങ്ങനെ മെല്ലെ തണുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ നാളികേരം അരച്ച് വെച്ചത് അതിൽ ഒഴിച്ചു കൊടുക്കുക. നാളികേരമായി
നാളികേരം എന്ന് പറയുന്ന നാളികേരമായിട്ടില്ല, ഇളനീര് അതിലേക്ക് അരച്ച് വെച്ചത് ഒഴിച്ചു കൊടുത്തു. നന്നായി ഇളക്കി സെറ്റാക്കുക. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചസാരയും ചേർക്കുക. പഞ്ചസാര ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ് ചേർത്ത കാരണം നമ്മൾ മധുരം ടെസ്റ്റ് ചെയ്തതിൻ്റെ ശേഷം മാത്രമാണ് മധുരം ആഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് അല്ലേ. അപ്പോൾ അതിനനുസരിച്ചൊക്കെ മധുരം ചേർത്ത് കൊടുക്കുക. ഇവിടെ എല്ലാവരും നല്ല മധുരം കഴിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാ സാധനത്തിലും അത്യാവശ്യം മധുരമിടും. അപ്പോൾ പായസം നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ നന്നായി ഇളക്കി പഞ്ചസാരയൊക്കെ ഒന്നിങ്ങനെ കലങ്ങി വരണം. ഇനി നമ്മളിത് ചെയ്യാൻ പോണത് എന്താ വെച്ചിട്ടാൽ അത് ഫ്രിഡ്ജിൽ വെക്കണം. ഒരു മണിക്കൂറോ 1.5 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് നമ്മൾ പായസം പുറത്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോഴത്തേനും നമ്മുടെ പായസമൊക്കെ നന്നായി ചൂടൊക്കെ പോയി നന്നായി ഒരു വിധം തണുത്തിട്ടുണ്ടായിരുന്നു. ആ തണുത്ത സമയത്ത് നമ്മൾ ഈ ചൈന ഗ്രാസ് വെച്ചിട്ട് നമ്മളുണ്ടാക്കിയ പുഡിംഗ് ഉണ്ടല്ലോ, അത് നമ്മളിങ്ങനെ കത്തി കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ എന്താ വെച്ചിട്ടാൽ ഇതിൽ ചൈന ഗ്രാസ് ചേർത്തത് കുറച്ച് കുറവായിരുന്നു കേട്ടോ. സംഭവം ആദ്യമായിട്ടാണ് ചൈന ഗ്രാസ് വെച്ചിട്ടുള്ളൊരു സാധനം ഉണ്ടാക്കുന്നത്. അപ്പോൾ എത്ര കൊണ്ട് ചേർക്കണം എന്നുള്ള ഒരു അളവ് കിട്ടിയില്ല. പിന്നെ കണ്ടത് യൂട്യൂബിൽ വീഡിയോ കണ്ടതാണെങ്കിൽ വലിയൊരു ഷെഫിൻ്റെയാണ് ഒരു കല്യാണത്തിനുള്ളൊരു സദ്യ ഒരുക്കണ ഒരു വീഡിയോയിലാണ് കണ്ടത്. അപ്പോൾ അവരൊരുപാട് ചേർത്തു. അപ്പോൾ നമുക്ക് ഇത് കുറച്ചുണ്ടാക്കുമ്പോൾ എത്ര കൊണ്ട് ചേർക്കണം എന്നുള്ളൊരു ഐഡിയ കിട്ടിയില്ല. അപ്പോൾ ഇത് ഉണ്ടാക്കിയതിന് ശേഷം തോന്നി ആ ചൈന ഗ്രാസ് ഒരു പെട്ടി മേടിച്ചപ്പോൾ 2 പാളിയാണ് അതിലുണ്ടാകുന്നത്. ആ 2 പാളി ഇതിലേക്ക് ചേർക്കണം എന്ന് തോന്നി. എങ്കിലും കുഴപ്പമില്ല കേട്ടോ. എന്നാണ് നമുക്കൊന്നിങ്ങനെ ചെറുതായി ഇങ്ങനെ കടിച്ച് കഴിഞ്ഞാലതൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ അലിഞ്ഞു പോകണ തരത്തിലായി എന്ന് മാത്രം. അപ്പോൾ 2 പാളി ചൈന ഗ്രാസും ഇതിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ടാറ്റാ.